അപ്പോൾ ഇന്ന് എൻ്റെ വൈഷുവിൻ്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് തീരെ വയ്യ, തുമ്മലും ജലദോഷമൊക്കെയാണ്, നല്ല സൗണ്ട് ഇങ്ങനെ ഇരിക്കണം. പിന്നെ ഒരു വലിയൊരു കുരു വന്നു. ഏതൊരു വിശേഷ ദിവസം വന്നാലും ഇനി പ്രത്യക്ഷപ്പെടണമല്ലോ, അതാണല്ലോ നിയമം. അപ്പോൾ ഓക്കെ, ഞാൻ വന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ വൈഷുവിൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മുടെ ഉത്രാടത്തിൻ്റെ അന്നാണ് എൻ്റെ വൈഷുവിൻ്റെ ബർത്ത്ഡേ. ഡേറ്റാണ് കേട്ടോ, നാളല്ല, ഡേറ്റാണ്. അപ്പോൾ നമുക്ക് അതൊരു കുഞ്ഞ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വൈഷുവിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കാണിച്ചതല്ലോ. ഇന്ന് നമ്മളിതേ ഇഞ്ചമ്പുളി ഇട്ടിട്ടുണ്ട്, മാങ്ങച്ചാറുണ്ട്, സാമ്പാറുണ്ട്, അതുപോലെ തന്നെ പയറുപ്പേരി ഉണ്ട്, അവിയൽ വെച്ചിട്ടുണ്ട്, എലിശ്ശേരി വെച്ചിട്ടുണ്ട്, നാരങ്ങച്ചാറുണ്ട്, ഓലനുണ്ട്, പിന്നെ സേമിയ പായസം ഉണ്ട്. കൂടി കാണിക്കാൻ മറന്നുപോയിട്ട് നമുക്കിന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ട്, ചിപ്സ്. നേരത്തെ നമ്മൾ നമ്മുടെ പറമ്പിലെ വാഴ കൊല വെട്ടി ചെയ്ത ചിപ്സ് ഉണ്ട്. 4 വെട്ടി എന്ന് പറയും, നിങ്ങൾ എന്ത് പറയുന്നത് എനിക്കറിയില്ല. അത് ഇലയിലിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ബർത്ത്ഡേ ബോയ് ഡ്യൂട്ടി കൊടുത്തേക്ക. ഹായ് പറ. ഹായ് ഹായ് ഒരുത്തരും ഉറക്കൊന്നുമില്ല, രാവിലെ തൊട്ട് അടിച്ചിരിക്കാവൻ കുറുമ്പൻ. അച്ചുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് അച്ചു ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. നല്ല ഡ്രസ്സല്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള, എനിക്കിഷ്ടമായി. പൊതുപ്പല്ലേ വിധി. വൈഷു ബർത്ത്ഡേ ആയിട്ട് എന്താ പറയാനുള്ള? വേറൊന്നും പറയല്ലേ? ഭാവി പ്ലാൻ 40 വയസ്സിൽ റിട്ടയർമെന്റ് ആവണം. എന്റെ പണിക്ക് വിടണം, 2 മണിക്ക് വിടണം. ജീവിക്കണം. ആ ശമ്പളം കൊണ്ട് ഞങ്ങൾ യാത്ര പോകും. ഓ, ഞങ്ങള് എന്നുവെച്ചാ കൊച്ചും വൈഷു, ഞാൻ ഔട്ട്. കൊച്ചോടെ Happy birthday to you. Happy birthday to you. Happy birthday to Vishwasha. Happy birthday to you. വൈഷുവിൻ്റെ ബർത്ത്ഡേക്ക് നമ്മളിതാ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ അവരൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ നമ്മുടെ ഫാമിലി പോലെ തന്നെയാണ്. അപ്പോൾ അവരും കൂടി ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് സദ്യ കഴിച്ചത്. നല്ല അടിപൊളിയായിരുന്നു, നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും. വൈഷു ഒരുപാട് ഹാപ്പിയായി. വൈഷു കുറേ നാളെ എന്നോട് പറയണത് എൻ്റെ ബർത്ത്ഡേയുടെ ഒന്ന് സദ്യ വേണം. അപ്പോൾ ഞാൻ കൊടുക്കാറില്ല, ഇത്തിരി മടിയായ കാരണം. അപ്പോൾ അമ്മ വന്നാലും കൊണ്ടിട്ടൊക്കെ സെറ്റാക്കി. അതുകൊണ്ട് വൈഷു ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഈവനിങ് ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോയി. അത്രേ ഉള്ളൂ.